നമസ്തേ, ഏവർക്കും ഗംഗോത്രി വേദിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ കർക്കിടക വാവുബലി എങ്ങനെ വീട്ടിൽ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചാണ്. ഇത് ഞാൻ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇതിനാവശ്യമായ കൂർച്ചം, കുറുമ്പുല്ല്, പവിത്രം എന്നിവ ഉണ്ടാക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആ വീഡിയോ കണ്ട് നിങ്ങൾ ഈ സാധനങ്ങൾ ഉണ്ടാക്കി വച്ചതിന് ശേഷം വേണം ഈ വീഡിയോ കണ്ട് നിങ്ങൾ പിതൃകർമ്മങ്ങൾ ആരംഭിക്കാൻ. അപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ നമ്മൾ പിതൃബലി നടത്തുന്നതെന്ന് നമുക്ക് നോക്കാം. പിതൃപൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു തൂശനില, കിണ്ടി, ജലം, എള്ള്, ചെറുള. അത് ബലിതർപ്പണത്തിന് ഉപയോഗിക്കുന്ന ഒരു പൂവാണ്. തുളസി, മറ്റ് സ്വാത്വികമായ പുഷ്പങ്ങൾ ഏതും ഉപയോഗിക്കാവുന്നതാണ്. അരിയും നെല്ലും ചേർന്ന അക്ഷതം. അരിയുടെ കൂട്ടത്തിൽ മഞ്ഞൾ ചേർത്താലും അക്ഷതമായി ഉപയോഗിക്കാവുന്നതാണ്. കുറുമ്പുല്ല്, കൂർച്ചം, പവിത്രം, ഹവിസ്. ഉണക്കലരി പകുതി വേവിച്ച് പറ്റിച്ചതാണ്. ഇത് നമ്മൾ ബലിതർപ്പണത്തിനും ഗണപതിക്കുമായി അല്പം സെപ്പറേറ്റ് മാറ്റി വയ്ക്കുക. ശുദ്ധമായ ഒരു സ്ഥലത്ത് ഒരു തൂശനില വയ്ക്കുക. അവിടെ അതിൽ വിളക്ക് വച്ച് തെക്കും വടക്കുമായി തിരിയിട്ട് കത്തിക്കുക. ഇനി വിളക്കിന് വലതുവശത്തായി ഒരു ഇലയിൽ അല്പം ഹവിസെടുത്ത് ഗണപതിക്ക് ഒരുക്കായി വയ്ക്കുക. ഒരു പൂവെടുത്ത് വിളക്കിന് ഇടതുവശത്തായി ഓം ഗും ഗുരുഭ്യോ നമ എന്ന് പറഞ്ഞ് സമർപ്പിക്കുക. വീണ്ടും ഒരു പൂവെടുത്ത് ഓം ഗം ഗണപതേ നമ എന്ന് പറഞ്ഞ് വിളക്കിന് വലതുവശത്ത് സമർപ്പിക്കുക. ഇനി ബലിയിടുന്നതിനായി ബലിയിടുന്ന ആൾ തെക്കോട്ടേക്ക് തിരിഞ്ഞിരുന്ന് ബലിയിടുന്ന നമ്മൾക്കിരിക്കുന്ന മുൻവശം അല്പം ജലമൊഴിച്ച് തളിക്കുക. ശേഷം തൂശനില എടുത്ത് നമ്മളുടെ മുൻപിലായി വയ്ക്കുക. ഇനി നമുക്ക് തൊഴുത് പ്രാർത്ഥിക്കാം. ഏതൊരു പൂജയുടെയും ആദ്യം വിഘ്നേശ്വരനെ ധ്യാനിക്കേണ്ടത് അത്യാവശ്യമാണ്. തൊഴുതു പിടിച്ചുകൊണ്ട് ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഇനിയും കിണ്ടിയും ജലവും നമ്മളുടെ മുമ്പിലായി എടുത്തു വയ്ക്കുക. തളികയിൽ നിന്ന് അല്പം പൂവും അക്ഷതവും ചേർത്ത് രണ്ട് കൈയിലായി പിടിച്ച് ഉയർത്തിപ്പിടിച്ച് മന്ത്രം ജപിക്കുകയാണ്. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. സപ്തനദികളെ നാം ആവാഹിച്ച് കിണ്ടിയിലാക്കുന്നു എന്ന് സങ്കല്പിച്ച് പൂവ് ആ കിണ്ടിയിൽ ഇടുക. ശേഷം 3 പ്രാവശ്യം കിണ്ടിയുടെ വാലിൽ നിന്ന് ജലമെടുത്ത് തിരിച്ച് കിണ്ടിയിലോട്ട് ഒഴിക്കുക. ശേഷം വീണ്ടും കിണ്ടിയിൽ നിന്ന് ജലമെടുത്ത് നാം പൂജയ്ക്കായി വച്ചിരിക്കുന്ന സാധനങ്ങളിലും അവനവനെ തന്നെയും തളിച്ച് ശുദ്ധമാക്കുക. നാം എടുത്തിരിക്കുന്ന ദർഭപ്പുല്ല്, അതായത് കുറുമ്പുല്ല്, രണ്ടായി വീതിച്ച് 2 കൈകളിലുമായി പിടിച്ച് കൈകൾ പിണച്ച് ചെവിയുടെ അടിയിൽ പിടിക്കുക. ഇനി നാം ഈ പറയുന്ന മന്ത്രം ജപിക്കുക. ഓം ശ്രീമദ് ഭഗവതോ
महापुरुषस्य विष्णो आञ्जया प्रवर्तमानस्य आदि ब्रह्मणा श्रीश्वेतवराहकल्पे वैवस्वतमन्वन्तरे कलियुगे कलिप्रथमपादे जम्बुद्वीपे भारतवर्षे भरतखण्डे मेरोः शुभनामसंवत्सरे दक्षिणायने वर्षहृतौ कर्किटमासे अमावास्यां पुण्यतिथौ परशुरामक्षेत्रे കേരളഭൂമൗ മമ. ഇവിടെ പൂജ ചെയ്യുന്ന ആളിൻ്റെ പേരും നാളും പറയുക. കുടുംബാനാം ക്ഷേമ സ്ഥൈര്യ വീര്യ വിജയ ആയുരാരോഗ്യ ഐശ്വര്യ അഭിവൃദ്ധി സിദ്ധ്യർത്ഥം ധർമാർത്ഥ കാമമോക്ഷ ചതുർവിധ പുരുഷാർത്ഥ സിദ്ധ്യർത്ഥം പിതൃമോക്ഷ പ്രാപ്യർത്ഥം ഇദം പിതൃതർപ്പണം കരിഷ്യാമി നമഃ. ദർഭ രണ്ടും കൂടി ചേർത്തു പിടിച്ച് ഇലയുടെ മുന്നിലായി തെക്കുവടക്ക് വയ്ക്കുക. ഇനിയും പവിത്രമെടുത്ത് കിണ്ടിവാലിൽ നിന്ന് അല്പം ജലം ചേർത്ത് നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കുക. പവിത്രം പാപനാശനം ആയുസ് തേജോബലം സൗഖ്യം അമാവാസി ശ്രാദ്ധ ക്രിയാർഹകം പവിത്രധാരിണം നമഃ. ഇനി ആ പവിത്രം വലത് കൈയുടെ മോതിരവിരലിൽ ധരിക്കുക. ഇനി ഒരു പൂവെടുത്ത് കിണ്ടിയുടെ വാലിൽ തൊട്ട് ചന്ദനം തൊട്ട് തളികയിലെ കൂർച്ചവും ചേർത്ത് പിടിച്ച് നമ്മുടെ പിതൃക്കളെ മനസ്സിൽ ധ്യാനിച്ച് പിതൃലോകത്തിൽ നിന്നും വരണം എന്ന് സങ്കൽപ്പിച്ച് ഓം ആവാഹയാമി എന്ന് പറഞ്ഞ് ഇലയുടെ നടുക്ക് വയ്ക്കുക. ചില സ്ഥലങ്ങളിൽ കൂർച്ചം വേണമെന്ന് നിർബന്ധമില്ല. കൂർച്ചം വേണമെന്ന് ആവശ്യമായവർക്ക് വയ്ക്കാം, അല്ലാത്തവർക്ക് വയ്ക്കേണ്ടതില്ല. ഇനി കുറച്ച് പൂവെടുത്ത് ജലം, ചന്ദനം, എള്ള് എന്നിവ ചേർത്ത് എടുത്ത് രണ്ട് കൈയിലുമായി രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് വസുരുദ്ര ആദിത്യ സ്വരൂപാൻ മമ വംശദ്വയ ഉഭയകുല പിതൃ ധ്യായാമി ആവാഹയാമി അസ്മിൻ കൂർച്ചാമധ്യേ സ്ഥാപയാമി പൂജയാമി. പൂവ് ഒരുമിച്ചാക്കി കൂർച്ചത്തിൻ്റെ നടുക്ക് വയ്ക്കുക. വീണ്ടും പൂവ്, ജലം, ചന്ദനം എന്നിവയെടുത്ത് രണ്ട് കൈയിലുമാക്കി നെഞ്ചിന് നേരെ പിടിച്ച് മൂല പിതൃഭ്യോ നമഃ ധ്യായാമി ആവാഹയാമി അസ്മിൻ
കൂർച്ച മൂലേ സ്ഥാപയാമി പൂജയാമി. ഇത് കൂർച്ചത്തിൻ്റെ താഴെ മൂട്ടിലായി ഇടുക. ഇനി ഒരു പൂവെടുത്ത് 3 പ്രാവശ്യം വെള്ളത്തിൽ മുക്കി ഓം ഋതിഭ്യോ നമഃ, ഓം പിതൃഭ്യോ നമഃ, ഓം പിതൃഭ്യോ നമഃ. ഇനി ചന്ദനം ജലവും ചേർത്ത് 3 പ്രാവശ്യം ഓം പിതൃഭ്യോ നമഃ, ഓം പിതൃഭ്യോ നമഃ, ഓം പിതൃഭ്യോ നമഃ. ഇനി 3 പ്രാവശ്യം പൂവ് ആരാധിക്കുക. ഓം പിതൃഭ്യോ നമഃ, ഓം പിതൃഭ്യോ നമഃ, ഓം പിതൃഭ്യോ നമഃ. ഇനി നമ്മൾ ബലി തർപ്പിക്കുകയാണ്. ഒരു പൂവെടുത്ത് ജലത്തിൽ മുക്കി ചന്ദനം ചേർത്ത് അല്പം എള്ളും ചേർത്ത് ഒരു ഉരുള എടുത്ത് നെഞ്ചോട് ചേർത്ത് നീ പറയുന്ന മന്ത്രം ജപിക്കുക. ഓം ആ ബ്രഹ്മണോയേ പിതൃവംശജാത മാതൃസ്തദാ വംശഭവ മദീയ വംശദ്വയേ അസ്മിൻ മമ ദാസഭൂതാ ഭൃത്യ തദൈവാശ്രിതാ സേവകാശ്ച മിന്ദ്രാണി സഖ്യ പശവശ്ച വൃക്ഷ ദൃഷ്ടാശ്ച പൃഷ്ടാശ്ച കൃതോപകാര ജന്മാന്തരേ യേ മമ സംഗതാശ്ച തേഭ്യം സ്വാധാ പിണ്ഡമഹം ദദാമി. ആ പിണ്ഡം നമ്മുടെ കൂർച്ചത്തിൻ്റെ മധ്യത്തിലായി വയ്ക്കുക. വീണ്ടും ഒരു പൂവെടുത്ത് ജലത്തിൽ തൊട്ട് ചന്ദനത്തിൽ മുക്കി അല്പം എള്ളും ചേർത്ത് ഒരു ഉരുള എടുത്ത് പ്രാർത്ഥിക്കുക. പിതൃവംശേ മൃതായേ ച മാതൃവംശേ തഥൈവ ച ഗുരു ശശ്വരബന്ധൂനാം യേ ച അന്യേ ബാന്ധവാമൃതാം യേ മേ കുലേ ലുപ്തപിണ്ഡ പുത്രധാര വിവർജിത ക്രിയാലോപ ഹതാശ്ചൈവ ജാത്യന്ത പങ്കവസ്തത വിരൂപ ആമഗർഭാശ്ച ജ്ഞാത അജ്ഞാത കുലേ മമ ധർമ്മപിണ്ഡോ മയാ ദത്തോ അക്ഷയ്യ ഉപതിഷ്ഠതു. ഇത് ആദ്യം വെച്ച പിണ്ടത്തിന് താഴെയായി വയ്ക്കുക. വീണ്ടും കൈ നനയ്ക്കുക. ഒരു പൂവെടുത്ത് എള്ള് ചന്ദനം ഇവ ചേർത്ത് അടുത്ത ഉരുളയെടുക്കുക. നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥിക്കുക. അസി പത്രവനെ ഘോരേ കുംഭീപാകേ ച രൗരവേ തേഷാം ഉദ്ധാരണാർത്ഥായ ഇമ പിണ്ഡം ദദാമ്യഹം. ഇത് നമ്മൾ വെച്ച 2 പിണ്ടത്തിനെയും താഴെയായി വയ്ക്കുക.
വീണ്ടും കൈ കഴുകി ഒരു പൂവെടുത്ത് ജലത്തിൽ മുക്കി ചന്ദനത്തിൽ മുക്കി എള്ളും ചേർത്ത് ഒരു ഉരുളയും കൂടി എടുത്ത് വീണ്ടും പ്രാർത്ഥിക്കുക. ഉത്സന്ന കുലകോടീനാം യേഷാം ജാതാകുലേ നഹി ധർമ്മപിണ്ഡോ മയാ ദത്തോ അക്ഷയ്യ ഉപതിഷ്ഠതു. ഇത് നമ്മൾ വെച്ച പിണ്ടത്തിൻ്റെ ഇടതുവശത്തായി വയ്ക്കുക. വീണ്ടും കൈ കഴുകുക. ഒരു പൂവെടുത്ത് ജലത്തിൽ മുക്കി അല്പം ചന്ദനം എള്ള് ചേർത്ത് അടുത്ത ഉരുളയെടുക്കുക. പ്രാർത്ഥിക്കുക. ഏ ബാന്ധവ അന്യജന്മനി ബാന്ധവ തേഷാം ഉദ്ധാരണാർത്ഥായ ഇമപിണ്ഡം ദദാമ്യഹം. ഇത് നമ്മൾ വെച്ച പിണ്ടത്തിൻ്റെ വലതുവശത്തായി വയ്ക്കുക. കൈ കഴുകുക. ഇനി ബാക്കി വന്ന ചോറെടുത്ത് എള്ള് ചേർത്ത് പിണ്ടത്തിന് ചുറ്റുമായി പിണ്ടാനാം ഉപരി പിണ്ടശേഷം നമാ. വീണ്ടും കൈ കഴുകുക. ഇനി എള്ളും ജലവും ചേർത്ത് പിണ്ടോപരി തിലോദകം നമാ. അത് ആ പിണ്ടത്തിൻ്റെ മുകളിലേക്ക് സമർപ്പിക്കുക. വീണ്ടും കൈ കഴുകുക. ഇനി ഒരു പൂവെടുത്ത് ജലം കൂട്ടി പിണ്ട പിതൃ ദേവതോഭ്യോ നമാ എന്ന് പറഞ്ഞ് വീണ്ടും പിണ്ടത്തിന്മേലിടുക. ഇനിയും തോർത്തിൽ നിന്ന് ഒരു നൂലെടുത്ത് പിണ്ടത്തിന് കുറുകെ ഇട്ട് വസ്ത്രമിതം എന്ന് പറഞ്ഞ് ഇടുക. കൈ കഴുകുക. വീണ്ടും ഒരു പൂവ് എടുത്ത് ജലം കൂട്ടി ഓം പിതൃഭ്യോ നമഃ. ഒരു പൂവ് ചന്ദനം കൂട്ടി ഓം പിതൃഭ്യോ നമഃ. വീണ്ടും ഒരു പൂവ് ജലം കൂട്ടി ഓം പിതൃഭ്യോ നമഃ. ഇനി കുറച്ച് പൂവെടുത്ത് പിതൃവിന് മോക്ഷം കൊടുക്കണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് അനാദിനിധനാനന്ദ ശംഖചക്രഗദാധര അക്ഷയ്യ പുണ്ടരീകാക്ഷ പിതൃമോക്ഷപ്രദോ ഭവ. ആ പൂവ് പിണ്ടത്തിന്മേലിടുക. ഇനി ഒരു പൂവെടുത്ത് തൊഴുത് ഈ ചെയ്ത കർമ്മത്തിൽ പിതൃക്കൾ സന്തുഷ്ടരായി എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച് ഈ കർമ്മത്തിൽ സന്തുഷ്ടരായി അവർ നമ്മൾക്ക് എല്ലാവിധ ഐശ്വര്യം തരണമേ എന്ന് പ്രാർത്ഥിച്ച് അവർ യഥാസ്ഥാനത്തേക്ക് മടങ്ങണം എന്ന് പ്രാർത്ഥിച്ച് ഉദ്വാസയാമി എന്ന് പറഞ്ഞ് ആ പൂവ് സമർപ്പിക്കുക. ഇലയിൽ ബാക്കി വന്ന എല്ലാം എടുത്ത് ബാക്കി ചോറോ എള്ള് അക്ഷതം എല്ലാം എടുത്ത് പൂവ് സകലതും ചേർത്തെടുത്ത് സർവം സമർപ്പയാമി എന്ന് പറഞ്ഞ് സമർപ്പിക്കുക. ഇനി കൈ തടിച്ചിട്ട്
പവിത്രം കെട്ടഴിച്ച് പിണ്ടത്തിന് മുകളിൽ വെച്ച് നമ്മൾ ഹവിസ് വെച്ച ഇലയും ചേർത്ത് അടിയിൽ ചേർത്ത് പിടിച്ച് പിണ്ടം വെച്ച ഇലയും ഒരുമിച്ച് ഒതുക്കി പിടിച്ച് എണീക്കുക. ശേഷം തലയിൽ വെച്ച് 3 പ്രാവശ്യം കറങ്ങുക. കരചരണകൃതം വാ കായജകർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ ശിവ ശിവകരുണാബ്ദേ ശ്രീമഹാദേവ ശംഭോ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവവും നാരായണിൽ സമർപ്പിച്ചതായി പ്രാർത്ഥിച്ച് നമ്മൾ ഈ പിണ്ഡവുമായി വീടിൻ്റെ തെക്കുവശത്തേക്ക് പോവുക. ഇനി അല്പം ജലം കയ്യിലെടുത്ത് കിണ്ടി താഴെ വെച്ച് 2 കൈയിലുമായി ചേർത്തിട്ട് നമ്മൾ കൈ കൊട്ടുക. കൈ കൊട്ടി നമ്മൾ ഈ ശ്രാദ്ധം ചെയ്ത അല്ലെ പിണ്ടം അത് കാക്ക ഭുജിക്കാനായി കാക്കയെ വരാൻ വേണ്ടി നമ്മൾ വിളിക്കുകയാണ്. കാക്ക ഭക്ഷിച്ചതിൻ്റെ ബാലൻസ് ഉണ്ടെങ്കിൽ അത് അശുദ്ധമായ സ്ഥലത്തിടാതെ അത് ഒന്നുകിൽ ജലത്തിൽ കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യുക, ഇല്ലെന്നുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും കുഴിച്ചിടുക. നമ്മുടെ പറമ്പിൽ എവിടെയെങ്കിലും ആ പിണ്ടം നമ്മൾ കുഴിച്ചിടുക. അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം പിതൃബലി ചെയ്തയാൾക്ക് പോയി കുളിച്ച് ശുദ്ധിയാകാവുന്നതാണ്. നമസ്തേ.